കണ്ണൂരിൽ സ്കൂൾ ബസ് മറിഞ്ഞ ഒരു കുട്ടി മരിച്ച സംഭവത്തിൽ ബസിന്റെ കാലപ്പഴക്കവും ഡ്രൈവറുടെ ശ്രദ്ധക്കുറവും അപകടത്തിനിടയാക്കിയെന്നാണ് പ്രാഥമിക നിഗമനം. ഡിസംബർ 29-ന് ബസിന്റെ ഫിറ്റ്നസ് അവസാനിച്ചിരിക്കുകയാണ് എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് രേഖകളിലുള്ളത്. പതിമൂന്ന് വർഷവും 2 മാസവും പഴക്കമുള്ള ബസ് 2011 ഓഗസ്റ്റ് 29-ന് രജിസ്റ്റർ ചെയ്തതാണ്. ഇന്നലെ നടന്ന അപകടത്തിൽ 11-കാരിയായ നീദ്യ എസ് രാജേഷ് എന്ന വിദ്യാർത്ഥിനിയാണ് മരിച്ചത്. സ്കൂൾ വിട്ട ശേഷം കുട്ടികളുമായി പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വളക്കൈ പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട ബസ് റോഡിലേക്ക് തലകീഴായി മറിയുകയായിരുന്നു. ഇറക്കത്തിൽ നിയന്ത്രണം വിട്ടതായാണ് വിവരം. ബസ്സിൽ 19 കുട്ടികളും ഡ്രൈവറും മായയുമാണ് ഉണ്ടായിരുന്നത്. പരിക്കേറ്റവരെയെല്ലാം തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലും താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഒരു കുട്ടിയുടെ നില ഗുരുതരമാണ്. ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടകാരണമെന്ന് സംശയിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. കുത്തനെയുള്ള ഇറക്കത്തിൽ വേഗം കൂടിയതും പെട്ടെന്നുള്ള ബ്രേക്കിംഗും ബസ് അപകടത്തിനിടയാക്കി. ഇറക്കത്തിൽ വളവ് തിരിയുമ്പോൾ തന്നെ താഴെ സംസ്ഥാന പാതയിലേക്ക് തെറിച്ചു വീഴുന്നതിന്റെ ദൃശ്യം റോഡിന് എതിർവശത്തുള്ള വീട്ടിലെ നിരീക്ഷണ ക്യാമറയിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. വളവിൽ അശ്രദ്ധമായി ഡ്രൈവ് ചെയ്തപ്പോൾ നിയന്ത്രണം വിട്ട് മറിഞ്ഞതാകാമെന്ന് അപകടം നടക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്നവർ പറഞ്ഞു.